എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. രാജ്യത്ത് വൈദ്യുതി നിരക്ക് കൂടുവാൻ സാഹചര്യം ഉണ്ടായിരിക്കുമെന്ന് സുപ്രീം കോടതി ഉത്തരവുണ്ടായിരിക്കുകയാണ്. വൈദ്യുതി വിതരണ കമ്പനികളുടെ മുൻകാല നഷ്ടമായിട്ടുള്ള 1.6 ലക്ഷം കോടി രൂപ 2.5 വർഷത്തിനകം നികത്തി നൽകാനാണ് സംസ്ഥാന റെഗുലേറ്ററി കമ്മീഷനുകളോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. കേരളത്തിൽ നികത്തേണ്ടി വരുന്നത് 6,600 കോടി രൂപയാണ്. ഇത് ഈടാക്കുന്നതിന് വേണ്ടി 2 വർഷത്തേക്ക് യൂണിറ്റിന് 90 പൈസ വെച്ച് കൂട്ടേണ്ടി വരും. അപ്പോൾ ഇതിന്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. രാജ്യത്ത് ഉടനീളമുള്ള സംസ്ഥാനങ്ങളും കേന്ദ്ര ഭരണ പ്രദേശങ്ങളും ചേർന്ന് ഏതാണ്ട് 1.5 ലക്ഷം കോടി രൂപയിലധികം തുക വൈദ്യുതി വിതരണ കമ്പനികൾക്ക് നൽകാനുണ്ടെന്നാണ് നിലവിലിപ്പോൾ കണക്കുകൾ പുറത്തു വരുന്നത്. വൈദ്യുതി വിതരണ കമ്പനികൾക്ക് നൽകാനുള്ള കുടിശ്ശിക 4 വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കുവാൻ സംസ്ഥാനങ്ങളോടും കേന്ദ്ര ഭരണ പ്രദേശങ്ങളോടും നിർദ്ദേശിച്ച് സുപ്രീം കോടതി വിധി ഉണ്ടായിരിക്കുകയാണ്. ഇതോടെ രാജ്യത്ത് ഉടനീളം വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്നതാണ്. വൈദ്യുതി വിതരണ കമ്പനികൾക്ക് നൽകുവാനുള്ള വർഷങ്ങളായിട്ടുള്ള കുടിശ്ശിക തുക തീർപ്പാക്കണമെന്ന് ബുധനാഴ്ചയാണ് സുപ്രീം കോടതി നിർദ്ദേശം ഉണ്ടായിട്ടുള്ളത്. ഇത് പ്രകാരം കേരളത്തിലും യൂണിറ്റിന് 90 പൈസ വരെ കൂട്ടേണ്ടി വരുന്നതാണ്. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആധികാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.